സെന്റ് സേവ്യേഴ്സ് പള്ളി ചരിത്രം ഭാഗം 3 കുണ്ടമൻ ഭാഗം മിഷൻ 1901 നെയ്യാറ്റിൻകരയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും മിഷൻ പ്രവർത്തനം ശക്തമാക്കുകയും സ്പെയിൻകാരനായ ഫാദർ ജോൺ ഡിമിഷിൻ്റെ പ്രവർത്തന ഫലമായി നെയ്യാറ്റിൻകര മിഷൻ രൂപം കൊള്ളുകയും ചെയ്തു. ഈ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഭരണാസ്ഥിര കേന്ദ്രമായ കണ്ടാൺമെൻറ് എന്നറിയപ്പെട്ടിരുന്ന പാളയം പള്ളി കേന്ദ്രീകരിച്ച് കർമ്മലീത്ത മിഷണറിമാർ പ്രവർത്തിച്ചിരുന്നു. അതായത് നെയ്യാറ്റിൻകര മിഷൻ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കുണ്ടമൻ ഭാഗത്ത് ഒരു വിശ്വാസി സമൂഹം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് പാളയം പള്ളിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു കുണ്ടമൻ ഭാഗം മിഷൻ. കർമ്മലീത്ത മിഷണറിമാരുടെ പ്രവർത്തന തീക്ഷ്ണതയുടെ ഫലമായാണ് മൂലത്തോപ്പിൽ ഒരു വിശ്വാസി സമൂഹം രൂപം കൊണ്ടത്. 1904 മുതൽ 1912 വരെയുള്ള കാലഘട്ടത്തിൽ ഫാദർ പസ്കാസിയൂസ് OCDയുടെയും മറ്റ് മിഷണറിമാരുടെയും പ്രവർത്തന ഫലമായി മൂലത്തോപ്പ് മിഷനിൽ 1904 തന്നെ കരിങ്കല്ലിൽ തീർത്ത മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. അതിനടുത്തായി സെമിത്തേരിയും. 1905 മുതൽ ബെൽജിയം പ്രൊവിൻസിൽപ്പെട്ട കർമ്മലീത്ത മിഷണറിമാരുടെ പ്രവർത്തന രംഗമായിരുന്നു കുണ്ടമൻ ഭാഗം. അവർ ഒരു മേടയും സമീപത്തായി ഒരു കിണറും പ്രദേശവാസികൾക്കായി ഒരു LP സ്കൂളും സ്ഥാപിച്ചു. 1913 മുതൽ 1922 വരെയുള്ള കാലഘട്ടത്തിൽ ഫാദർ വിൻസെൻ്റ് OCD, ഫാദർ സേവ്യർ OCD, ഫാദർ ഇമ്മാനുവൽ OCD, ഫാദർ ജോസഫ് OCD എന്നീ മിഷണറിമാർ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പാങ്ങോട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാർമൽ ഹിൽ ആശ്രമത്തിലെ മിഷണറി വൈദികരും ഇവിടെ ദിവ്യബലി അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. ഇരുവരുടെയെല്ലാം പ്രവർത്തന ഫലമായി ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസി സമൂഹം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. മൂലത്തോപ്പിനടുത്തായി ഈഴക്കോട് എന്ന പ്രദേശത്ത് അധിഷ്ഠിതരായവരുടെ നിർബന്ധപ്രകാരം ഓലപ്പുര നിർമ്മിക്കുകയും അവിടെ ആരാധന നടത്തുകയും ചെയ്തിരുന്നു. കുണ്ടമൻ ഭാഗം മിഷൻ കേന്ദ്രത്തിലെ പ്രധാന തിരുനാളുകൾ ശബരി ഇരി പുണ്യവാളൻ എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാതുകാവൽ തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളുമായിരുന്നു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയിരുന്ന പ്രദക്ഷിണത്തിന് ഉപയോഗിച്ചിരുന്ന സാമാന്യം വലിപ്പമുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം വളരെ പഴക്കമുള്ളതും വിദേശ നിർമ്മിതവും ആയിരുന്നു. പിന്നീട് 1921 ഫാദർ ഇമ്മാനുവൽ OCD ഇടവക വികാരിയായി വന്ന ശേഷം കുണ്ടമൻ ഭാഗം മിഷൻ കാലഘട്ടം സംഭവബഹുലമായ കാലഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്.